ഇന്നുണ്ടല്ലോ ഇന്നൊരു ക്ലീനിങ് വ്ലോഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വായോ നമുക്ക് ഒരുമിച്ച് അങ്ങ് ക്ലീൻ ചെയ്യാം. ഞാനിവിടെ എന്തായാലും ഒറ്റയ്ക്കാണ്. അപ്പോൾ നിങ്ങളവിടെ ഒറ്റയ്ക്കാണെങ്കിൽ വായോ നമുക്ക് ഒരുമിച്ച് അങ്ങ് ക്ലീൻ ആക്കാം. ആദ്യം തന്നെ ബെഡ്ഷീറ്റെല്ലാം എടുത്തങ്ങ് കൊണ്ട് കഴുകാൻ ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണ്ട ഈ ചുക്കിലുവല മണ്ണാർവല എന്നോ എന്തൊക്കെയോ പറയുമല്ലോ, ആ സാധനം അടിക്കാനുണ്ട് ഈ കുന്തം. ഇത് തപ്പി നടന്ന് പകുതി മുക്കാൽ സമയം കളഞ്ഞായിരുന്നു ഇന്നലെ. അത് കഴിഞ്ഞിട്ട് തൻ്റെ ഒരു പെട്ടി, ജാമ്പുവിൻ്റെ കാലത്ത് ഇരിക്കുന്ന പെട്ടിയാന്ന് തോന്നുന്നു, ഫുള്ള് പൊടിയായിരുന്നു. അത് എടുത്തങ്ങോട്ട് താഴ്ത്ത് വെച്ചിട്ട് ഫുള്ള് ഭിത്തിയും കൂടി അങ്ങോട്ട് ആ ചുക്കിലുവല അടയ്ക്കുന്നിട്ട് അങ്ങ് ഉരുട്ടാന്ന് വിചാരിച്ചു. പുതിയതായതുകൊണ്ട് അഴുക്കൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ മൊത്തത്തിൽ അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ പൊന്നേ, പകച്ചു പോയ എൻ്റെ ബാല്യം പോലെ ആയിരുന്നടാ. ഈ ഫാനിൽ ഇത്രയും അഴുക്കുണ്ടായിരുന്നു എന്ന് ഞാൻ ആ നഗ്ന സത്യം വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. ഇത് വിട്ടാണല്ലോ എന്നും രാത്രി കിടന്നുറങ്ങിയത് എന്ന് ഓർക്കുമ്പോൾ ഹൊറിബിൾ ഗൈസ്, ഹൊറിബിൾ. കുറച്ച് ഇത്ര ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നാളായി കേട്ടോ. കുറച്ച് നാൾ, അതാണ് പറയാൻ വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ടേ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒന്ന് ക്ലീൻ ആക്കണമല്ലോ എന്ന്. ഫൈനലി ഇന്നാണ് ആ സുദിനം എത്തിയിരിക്കുന്നത് ഗൈസ്. ഗൈസ്. അങ്ങനെ വേണ്ട ബെഡ് എടുത്ത് ചരിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ലടാ. അതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തുണി എടുത്ത് എല്ലാം കൂടെ തൂത്ത് താഴട്ടം കിട്ടും. പിന്നെ ഈ ഷെയ്ഡിലും അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രണ്ടാളുടെ പണിയാണ്. ഞാൻ ഇനി ഒറ്റയ്ക്ക് ടാസ്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു, എടി ഞാൻ വന്നിട്ട് കുറച്ചൊക്കെ ചെയ്യാൻ, നീ പകുതി ക്ലീൻ ചെയ്താൽ മതി. പക്ഷെ പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അത് നമുക്ക് ഫുള്ള് ചെയ്ത് അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം എനിക്ക് വേണം. പിന്നുണ്ടല്ലോ, ഈ പെട്ടിയുടെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട് ഗൈസ്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. വളരെ സംഭവബഹുലമായ ഒരു സ്റ്റോറിയാണ് ഈ പെട്ടിയുടെ പിന്നിലുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളാണെങ്കിൽ എല്ലാം മുക്കും മൂലയും എല്ലാം വൃത്തിയാക്കണം. അവിടെ നമ്മൾ ഉടായ്പ് കാണിച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് അതിന് അറ്റവും മാലും തൂത്ത് പോയാൽ പോരാ. എല്ലാ സാധനങ്ങളും മാറ്റി നല്ല വൃത്തിക്ക് തൂത്ത് ക്ലീൻ ആക്കണം. ഡീപ്പായിട്ട് ക്ലീൻ ആക്കുമ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. എനിക്ക് ചോക്ലേറ്റ്, എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്ന ചോക്ലേറ്റിൻ്റെ കവർ വരെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. നിങ്ങളപ്പോൾ ഓർക്കും ഞാൻ എന്തുകൊണ്ടത് കളഞ്ഞില്ല. പക്ഷെ അത് ഇന്നലെ ആടാ തിന്ന് കഴിഞ്ഞത്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ഹാളാണ്. ഹാളും കൂടി അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് വൃത്തിയാക്കിയതാണ്, അതുകൊണ്ട് വലിയ പൊടിയില്ല. പിന്നെ ബെഡ്റൂമിൽ എങ്ങനെ അത്രയും പൊടി വന്നു എന്ന് എനിക്ക് മനസ്സിലാവണില്ല അവിടെ. പിന്നെ ഈ കൃഷ്ണൻ്റെ രാധയും കണ്ടോടാ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ക്ലീനിങ്ങിലാണല്ലോ, ഇത് ഹോം ടൂർ ഒന്നും അല്ലല്ലോ. നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം. എനിക്കാണെങ്കിൽ ക്ലീനിങ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ത്വരയാണ്. അതങ്ങ് വൃത്തിയായിട്ട് അങ്ങോട്ട് ചെയ്യണം. പിന്നാണെങ്കിൽ ഞാൻ ഹാളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ചുക്കിലി വലയിൽ അടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കർട്ടൻ ഊരാനുള്ള, എൻ്റെ പൊന്നോ, ഞാൻ അത്യാവശ്യം കടന്നു നല്ല രീതിയിൽ എൻ്റെ മസിലൊക്കെ ചാടിയിടാ. നല്ല രീതിയിൽ പണിപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. നോർമലി കർട്ടൻ ചേട്ടനാണ് ഊരി തരാറ്. അതുപോലെ കഴുകിയിട്ട് തിരിച്ചിടുന്നതും ചേട്ടനായിരിക്കും. ഞാൻ ഈ പണിയൊന്നും ചെയ്യാറില്ല. ഞാൻ തൂത്തുവാരി തുടക്കലേ ഉള്ളായിരുന്നു. പക്ഷേ ഇത് ഊരിയപ്പോഴത്തേക്കും എൻ്റെ കട്ടയും പടവും മടങ്ങി എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ബാക്കിയുള്ളൊന്നും ഊരാൻ ഞാൻ നിന്നില്ലടാ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ TV സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പൊടി മുട്ടുകയെന്ന് വിചാരിച്ചു. ഏകദേശം പൊടിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. വലിയ പൊടികളില്ല, സത്യം പറഞ്ഞാൽ ഇവിടെ വലിയ പൊടികളില്ല. ഞാനാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സാധാരണ സാമഗ്രികളൊക്കെ അത് ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയതാണ്. അതുകൊണ്ട് വലുതായിട്ട് എനിക്ക് അവിടെ പാടുപെടേണ്ടി വന്നില്ല കേട്ടോ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് ഈ TVയും ഈ ഹോം തിയേറ്ററും ഒക്കെ ഇവിടെ വെച്ചേക്കുന്നത്. ഇത് കുറേ നാളായിട്ട് ഇവിടെ ചത്തിരിക്കുകയാണ്. അതായത് വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്നല്ല പറയുന്നത്, വർക്കിംഗ് ആണ്, ഉപയോഗിക്കാറില്ല. അത് ഓണാക്കാറ് പോലും ഇല്ല. ഇനി എപ്പോഴെങ്കിലും ഒന്ന് ഓണാക്കണം. അങ്ങനെ വേണ്ടടാ. നമ്മുടെ ഈ ടേബിളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ടേബിൾ വാങ്ങിച്ചിട്ട് ഇതിനകത്ത് സ്ഥലമില്ല എന്ന് വേണം പറയാൻ. ഉള്ള കടയിലെ 3-4 ടേബിൾ ഇവിടെ ഉണ്ട്. 3 ടേബിൾ ഹാളിലും ഉണ്ട്, 1 ടേബിൾ നമ്മുടെ ബെഡ്റൂമിലും കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇതൊക്കെ എവിടെ കൊണ്ടിടും. കളയാൻ പറ്റുമോ? വെറുതെ കളയാൻ പറ്റുമോ? കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഒരു തരത്തിൽ വയ്യാത്തൊരവസ്ഥയാണ് ഗൈസ്. ഇനിമല്ലോ OLX കിട്ടിയത് വിൽക്കണം. അങ്ങനെ വേണ്ടാ. ഇനി നമ്മൾ തുടപ്പിലോട്ട് കിടക്കുകയാണ് ഗൈസ്. തുടയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പണ്ടൊക്കെ ഞാനും ചേട്ടൻ കുറേ ബക്കറ്റ് നിറയും. അന്ന് ബെഡില്ലായിരുന്നു, ഈ കട്ടിൽ വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം വലിയ കുഴപ്പമില്ല. നമ്മൾ ബക്കറ്റ് വെള്ളം കോരി അങ്ങോട്ട് ഇങ്ങനെ റൂമിൽ ഹാളെല്ലാം ഒഴിക്കും. എന്നിട്ട് വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തെന്നി നടക്കുമായിരുന്നു. ഞാനെൻ്റെ ചേട്ടനും അതെ LKG പിള്ളേരെ പോലെ ഞങ്ങൾ വെള്ളത്തിലാണെങ്കിൽ ഭയങ്കര കളിയായിരുന്നു ഗൈസ്.
അതൊക്കെ ഒരു കാലം. ഈ ബെഡ് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് പേടിയാണ്. ബെഡല്ല, ഈ കട്ടിൽ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് പേടിയാണ് വെള്ളം പോലും ഒഴിക്കാൻ. കാരണം ഇത് തടിയുടെ ആയതുകൊണ്ടേ ഇതിന് പോയാലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഹാളും കൂടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഹാളിലാണ് കുറേ സാധനങ്ങൾ സൈഡിൽ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാത്ത ആടാ. കടയിൽ വെക്കാൻ സ്ഥലമില്ലാത്ത കടയിൽ നമ്മുടെ സ്പേസ് കുറേ കുറഞ്ഞല്ലോ. ആ മിക്ക സാധനങ്ങളും ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. വേറെ എവിടെ കൊണ്ട് വെക്കാനാണ്. പിന്നെ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം തൊടയാണെങ്കിൽ നമ്മുടെ മെയിനായിട്ടുള്ള പാർട്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയും ബഹളമായ ഒരു സംഭവം ചെയ്യാനുണ്ട്. അതെങ്ങനെ വൃത്തിയാക്കും എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ അമ്മ ഇത് എന്തുമായത്, ചേച്ചി ഇവിടെയാണോ താമസിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കും. നമുക്കൊരു ഗോഡൗൺ റൂമുണ്ട്, നമ്മുടെ ഗസ്റ്റ് റൂം എന്ന് വേണം പറയാം. ഇതാണ് ആ റൂം. ഇത്രയല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പകച്ചു പോകും ഗൈസ്. ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ് കേട്ടോ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. ഞാൻ കുറച്ച് ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടേ. സൂപ്പറാടാ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. കണ്ടോ ഇതൊക്കെ ചെടി അത്രേ ഉള്ളൂ. ആ കാണുന്ന ചെടി മാത്രമേ ഉള്ളൂ നമ്മുടെ കേട്ടോ. അപ്പുറത്തെ റൂമുകാരുടെ സാധനങ്ങളാണ്. നമ്മുടെ റൂമിൻ്റെ മുക്കാൽ സൈഡിലും കൊണ്ട് അവരുടെ സാധനങ്ങൾ മൊത്തം കൊണ്ട് വെച്ചേക്കുന്നത്. ഞാനുണ്ടല്ലോ എന്നാൽ പെട്ടെന്ന് പോയി പുറം വൃത്തിയാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടെങ്കിലേ അത് പെട്ടെന്ന് ഉണങ്ങിക്കോളൂല. അല്ലെ അപ്പുറത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പട്ടിയുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ അഴുക്കാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് അത് ഓർത്തപ്പോൾ അത് പോയി ക്ലീൻ ആക്കിയിട്ട് പിന്നെ ആദ്യം നമ്മൾ സോപ്പ് ഇട്ടായിരുന്നു കേട്ടോ. ഞാൻ സോപ്പ് വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. എനിക്ക് സോപ്പ് ഷാമ്പും കൂടെ കലക്കി ഞാൻ ഇങ്ങനെ ഒഴിക്കും. അത് എനിക്ക് നോർമലി മറ്റേത് പറ്റൂല. ഏതാണ് നമ്മുടെ എന്തുവാണ് അതിന് പറയാം, ഫിനോയിലോ. എനിക്കതൊന്നും ഒഴിച്ച് കഴിയില്ല. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എനിക്ക് സോപ്പ് പൊടിയും ഞാനാണെങ്കിൽ ഷാമ്പൂ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നല്ല രീതിയിൽ പതപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ നല്ല വൃത്തിയാവുന്ന പോലെ എനിക്ക് തോന്നും. മറ്റേ ഫിനോയിലൊക്കെ വെച്ച് എൻ്റെ അമ്മേ ഇനി അവരുടെ കമ്പനിക്കാർ ഇനി എന്നെ എന്തെങ്കിലും പറയുമോ. എനിക്കെന്തോ അത് വൃത്തിയാവുന്ന പോലെ തോന്നാറില്ല. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ. ഇത് നമ്മുടെ വാഷ് ബേസിൻ മീൻസ് കിച്ചണിലെ വാഷ് ബേസിൻ അല്ല കേട്ടോ. ഇതല്ലാതെ നമ്മുടെ ഹാളിൽ നിന്നുള്ള വാഷ് ബേസിനാണ് കേട്ടോ. ഇതിൻ്റെ സൈഡ് ഇവിടെ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഒരച്ചൊരച്ച് ഇതൊക്കെ വല്ലപ്പോഴല്ലേ നമ്മൾ ചെയ്യാറുള്ളൂ. ഒരച്ചൊരച്ച് നന്നായിട്ട് ഞാനാണെങ്കിലുണ്ടല്ലോ ഈ വാഷ് ബേസിനും ഇങ്ങനത്തെ സിങ്കൊക്കെ കഴുകുവാണെങ്കിലുണ്ടല്ലോ എന്നാൽ സ്റ്റീലിൻ്റെ നാര് സെപ്പറേറ്റ്, അതായത് നമ്മൾ പാത്രം കഴുകുന്നതിന് സ്റ്റീലിൻ്റെ നാര് അത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉപയോഗിച്ചിട്ടാണ്. എനിക്ക് അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല വൃത്തിക്ക് നല്ല പളപളപളന്ന് തിളങ്ങുന്ന പോലെ എനിക്ക് തോന്നും. അതായത് നന്നായിട്ട് അഴുക്ക് പോകണം, നല്ല സൂപ്പറായിട്ട് അഴുക്ക് പോകും. പണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ കൈ നമ്മളിങ്ങനെ പിടിച്ച് ഉരയ്ക്കുന്ന ഒരു ബ്രഷ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് പിടിക്കാനും പറ്റും. അതിൻ്റെ എന്താ പറയുക ഉരയ്ക്കുന്ന സൈഡിൽ ഒരു മറ്റേ സ്പോഞ്ച് പോലെ. എനിക്ക് സത്യം പറഞ്ഞാൽ വെറുതെ ഒരു 145 രൂപ കൊടുത്ത് വാങ്ങിച്ചു എന്നല്ലാതെ അതിൻ്റെ ഒരു ഗുണമില്ലായിരുന്നു ഗൈസ്. അതിനെക്കാട്ടും നല്ലതേണ്ടേ ഈ 10-25 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഈ സാധനം ഉപയോഗിച്ച്, അതായത് ഈ സ്റ്റീൽ നാർ ഉപയോഗിച്ച് ഇതൊക്കെ ഉരച്ച് വൃത്തിയാക്കണ്ടല്ലോ നല്ല ഒന്നാം തരം നല്ല പള നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അങ്ങോട്ട് തിളങ്ങണ്ടേ. നമുക്ക് നമ്മുടെ സിങ്കൊക്കെ നല്ല സൂപ്പറായിട്ട് തിളങ്ങാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. അപ്പം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നല്ലത്. നമ്മൾ വലിയ സ്റ്റൈലൊക്കെ നോക്കി കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയാലുണ്ടല്ലോ ഒന്നും പറ്റില്ല. പിന്നെ ഈ പൈപ്പൊക്കെ നല്ല നോക്കണേ, ഇതിൻ്റെ കളർ ഇത്രയും കളർ ഇതിനുണ്ടായിരുന്നോ. ഇവിടെ ഉണ്ടല്ലോ കൂടുതൽ അഴുക്കല്ല ഇതിൽ പറ്റുക. ഇതിലുണ്ടല്ലോ ക്ലോറിനാടാ നല്ല കട്ട പോലെ പിടിച്ച് പാളി ലേറ് പോലൊക്കെ ചിലപ്പം ഈ പൈപ്പിൻ്റെ ഈ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. ഫൈനലി ഇതാണ് നമ്മുടെ ടാസ്ക് ഗായ്സ്. ഓ മൈ ഗോഡ്, ഇതെന്താണിത്? ഹൗ എങ്ങനെ സാധിക്കുന്ന അഞ്ജു നിന്നെ കൊണ്ട് ഇങ്ങനെ എന്ന് പലരും കരുതുന്നുണ്ടായിരിക്കും. എന്നെ കൊണ്ട് മാത്രം ഇത് എന്നെ കൊണ്ട് മാത്രം ഇതൊക്കെ പറ്റത്തുള്ളൂ. ഇതിൽ മിക്കത് അലക്കിയ സാധനങ്ങളാണ്. ഇത് ഞാൻ 2 ദിവസം എന്തൊക്കെയോ സാധനങ്ങൾ തപ്പിപ്പോയി. എൻ്റെ ഒരു എന്താ പറയുക റിങ് കാണുന്നില്ലായിരുന്നു. അതങ്ങാണ്ട് ഞാൻ വലിച്ച് എനിക്ക് ദേഷ്യം വരെ എല്ലാം കൂടി ഉരുട്ടി താഴോട്ടിട്ടാണ്. ഇതിൽ സത്യം പറഞ്ഞാൽ കഴുകാത്ത തുണി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴുകിയ തുണികളാണിത് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇത്രയും തുണികൾ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ആകെ 2-3 എണ്ണേ ഞാൻ മാറി ഇട്ടൊന്നും കിടക്കത്തുള്ളൂ. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാലോ 2 റൂമിലെയും കബോർഡുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകി കിടക്കുവാണ് തുണികൾ. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാണിത്, തുണി മടക്കുന്നത്. എനിക്ക് ബാക്കി എല്ലാം ഓക്കെയാണ്. തുണി മടക്കാനും പാത്രം കഴുകാനും എനിക്കിഷ്ടമല്ലടാ. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ 2 പരിപാടികൾ ഇതിന് സത്യം പറഞ്ഞാൽ ഒരാളെ നിർത്തണം എന്ന് വരെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കബോർഡിലുള്ളതിൻ്റെ 4-1 പോലും ഇല്ല കേട്ടോ. ഞാൻ ഒരു ദിവസം കബോർഡ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പകച്ചു പോകും. ചേച്ചി എന്നിട്ട് ഈ 2-3 ഡ്രസ്സാണല്ലോ എന്ന് മാറി ഇടുത് എന്ന് നിങ്ങൾ ചിന്തിക്കും വീഡിയോക്കകത്ത്. പക്ഷെ അങ്ങനെയാടാ, എന്ത് ചെയ്യാനാണ്, നമുക്ക് ഇങ്ങനെ പറയത്തില്ലേ കുറേ ഉണ്ട് പക്ഷേ ഒന്നും ഇല്ലല്ലോ ചേട്ടാ എന്ന് പറയുന്നൊരവസ്ഥയാണ്. ചേട്ടൻ തന്നെ പറയും എന്ത് വേണ്ടല്ലോ ആർക്കെല്ലാം എടുത്ത് കൊടുക്ക്. പക്ഷെ ഞാൻ കൊടുത്തു ഗൈസ്. ഒരു 2-3 ആഴ്ച മുമ്പ് ഇവിടെ ഇങ്ങനെ ഓർഫണേജിൽ നിന്ന് ആൾക്കാർ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ കൊടുത്ത് അങ്ങനെ പറയാല്ല. അപ്പം ഞാൻ
കുറേ സാധനങ്ങൾ, നല്ല സാധനങ്ങൾ, അതായത് ഞാൻ ഡെയിലി ഇടുന്ന അല്ലാത്ത നമ്മുടെ ഈ മറ്റേ അനാർക്കലി മോഡൽ കുറേ എൻ്റെ ഉണ്ടായിരുന്നു പണ്ട്. എൻ്റെ അനിയത്തിയുടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ ഇവിടെ ആണല്ലോ പഠിച്ചത്. പിന്നെ അവൾ അതൊന്നും നാട്ടിൽ കൊണ്ടുപോയുമില്ല. ഫുള്ള് അതെല്ലാം ഞാനെടുത്ത് ഈടെ കൊടുത്തു. എന്നിട്ടും പിന്നെയും നിറഞ്ഞ് കവിഞ്ഞു. പിന്നെയും വാങ്ങിച്ചു കൂട്ടലാണല്ലോ മീഷോ, ഫ്ലിപ്കാർട്ട്. ഇവന്മാർ നമ്മളെ എന്താ പറയുക, നമ്മളെ വഴിതെറ്റിക്ക് ഈ മീഷോയും ഫ്ലിപ്കാർട്ടും എന്ന് പറയുന്ന സംഭവങ്ങൾ. അങ്ങനെ ഫൈനലി ഞാൻ തുണി മടക്കി ഓൾമോസ്റ്റ് ഫൈനലി എത്തി, ലാസ്റ്റ് എത്തി ഗൈസ്. ഇതൊക്കെ ഏതാണോ ഇത് മടക്കി വെക്കുമ്പോഴാണ് ഈ ഡ്രസ്സൊക്കെ എവിടെ നിന്നിളകി വന്നിരിക്കുന്നു എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോയി. എന്ന് വാങ്ങിച്ചു, ആര് വാങ്ങിച്ചു തന്നു, എവിടുന്ന് വന്നു, എന്തിനു വന്നു, ഒന്നും അറിയത്തില്ല. ഇതൊക്കെ ഏതാണ് എൻ്റെ പൊന്ന് തമ്പുരാൻ, എനിക്കറിയാൻ മറ്റേ നാഗച്ചേച്ചിയുടെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇതൊക്കെ എവിടെ നിന്നിറങ്ങി വന്നതാ? അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ. പിന്നെ ആണെങ്കിൽ ദേ ഗൈസ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അലക്കാനുള്ള തുണി വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. എന്നാൽ ആ തുണിയൊക്കെ ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല. കട്ട് പീസൊക്കെ തുണിയുടെ ഇതൊക്കെ എവിടെ നിന്ന് വന്നിരിക്കുന്നു? ദേ ഗൈസ് ആകെ ഒരു 3-4 തുണി മാത്രമേ ഉള്ളായിരുന്നു കഴുകാനായിട്ട്. അതും അതിൽ 2-3 ചേട്ടൻ്റെ, എൻ്റെ അല്ല. അങ്ങനെ അവിടെ ഒരു പെട്ടിയിരുന്നു. ആ ചേട്ടൻ്റെ എന്തൊക്കെയോ സാധനങ്ങളാണ് കടയിൽ. അതെല്ലാം കൊണ്ട് ഞാൻ മേലോട്ട് അങ്ങ് ഡംപ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതെന്താ മടക്കി വെച്ച തുണിയെല്ലാം നമ്മൾ കബോർഡിലോട്ട് കയറ്റുവാണ് കേട്ടോ. കബോർഡ് ഞാൻ ഇപ്പം കാണിച്ചു തരുന്നില്ല, കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓടും. അതുകൊണ്ട് നമ്മൾക്ക് വേറൊരു ദിവസം കബോർഡിൻ്റെ ഒരു വ്ളോഗായിട്ട് അങ്ങ് ചെയ്തേക്കാം. എപ്പടി? സത്യം പറയാലോ, ഇതെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ അഞ്ജു വെൽഡൻ എന്ന് എനിക്ക് എന്നോട് തന്നെ പറയാൻ തോന്നി. എങ്ങനെ നിന്നെ കൊണ്ട് ഇത്ര പെട്ടെന്ന് ഇതെല്ലാം സാധിച്ചു, എന്തെല്ലാം ചെയ്യുന്നത്. ഈ ബെഡുണ്ടല്ലോ പണ്ട് എൻ്റെ അനിയത്തി പഠിക്കാൻ വന്നപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. ഈ ബെഡ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചതും. അങ്ങനെയാണ് ഈ 2 ബെഡിൻ്റെ സ്റ്റോറി. പിന്നെ നമ്മൾ കട്ടിലൊക്കെ നമ്മൾ കോട്ടൊക്കെ വാങ്ങിച്ചപ്പം 2നെ ഈ റൂമിൽ കൊണ്ടങ്ങ് ഡംപ് ചെയ്തിട്ടടാ. അതുങ്ങളോടൊരു സ്നേഹമില്ലാണ്ടായിപ്പോയി. പിന്നെ ഞാനും ചേട്ടൻ ഇടയ്ക്ക് അടി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് മാറിക്കിടക്കും. ചേട്ടൻ മാറിക്കിടക്കത്തില്ല, ഞാൻ അടി ഉണ്ടാക്കി അപ്പുറത്ത് പോയി കിടക്കും. പിന്നെ ഉറക്കം വന്നില്ലെങ്കിലൊക്കെ ഞാൻ ഈ റൂമിൽ വന്ന് ഇങ്ങനെ കിടക്കും കേട്ടോ. എടാ അപ്പം നിങ്ങൾ ഈ തുണിയുടെ നടക്കാൻ ഞാൻ കിടന്നെന്ന് വിചാരിക്കല്ലേ കേട്ടോ. അപ്പം ഇങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പൊടിയെല്ലാം ഒന്ന് മുട്ടാമെന്ന് വിചാരിച്ചു. പൊടിയെല്ലാം മുട്ടി താഴെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് തൂത്തുവാരി വൃത്തിയാക്കി ഗൈസ്. ഓൾമോസ്റ്റ് നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞു. പിന്നെ ഈ തുണി മടക്കലായിരുന്നു ഒരു വലിയ ടാസ്ക്. ഞാനിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ ബെഡ്റൂമൊക്കെ ക്ലീൻ ആക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, എൻ്റെ പൊന്നു ആ അപ്പുറത്തെ മുറിയിലോട്ട് കയറിയാൽ എന്തായിരിക്കും. ഈ ചെരുപ്പുണ്ട്, പുതിയ ചെരുപ്പ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റൂമിൽ കൊണ്ട് ഇട്ടത് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാൻ നമ്മൾ പൊതുവേ ചെരുപ്പ് അകത്താണ് ഇടുക. കാരണം പട്ടി വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോടാ, ഷൂ റാക്കിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പട്ട് കടിച്ച് എവിടെയെങ്കിലും കൊണ്ടിടുവാടാ. അത് കഴിഞ്ഞിട്ട് എൻ്റെ പൊടിയെല്ലാം ക്ലീനാക്കി തൂത്തുവാരി കഴിഞ്ഞിട്ട് നമ്മുടെ സോപ്പ് ഷാമ്പൂ വെള്ളം ഒഴിച്ചു. ഇതാണ് നമ്മുടെ റെമഡി കേട്ടോ. നല്ല ക്ലീനാവും, നല്ല മണവും കിട്ടും, നല്ല സൂപ്പർ മണം. നിങ്ങൾക്ക് ഏത് ഷാമ്പൂവിൻ്റെ മണമാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഷാമ്പൂ ഉപയോഗിക്കുക. പിന്നെ കുറച്ച് സോപ്പ് പൊടി ഇത് നല്ല കൂടി കുറച്ച് ചിലപ്പോൾ നാരങ്ങ സത്യം പറഞ്ഞാൽ മറന്നു പോയിടാം. നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് ക്ലീൻ ആക്കണം. നല്ല സൂപ്പർ, എല്ലാം നമ്മുടെ ബാക്ടീരിയയും ഫംഗസും എല്ലാം പോയി കിട്ടുവാടാ. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സോപ്പ് ഒഴിച്ച് കഴിഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് ഒരു 2-3 വട്ടം അല്ലാണ്ട് നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. അപ്പം പിന്നെ അദ്ദേഹം നോക്ക് തിളങ്ങുന്ന കണ്ടോ, പളപള തിളങ്ങുന്ന കണ്ടോടാ നല്ല വൃത്തിയായില്ലേ, നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കൊരു ദിവസം ഉണ്ടല്ലോ എന്താ പറയുക, റൂം ഡെക്കറേഷൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്ലാനിങ്ങിലാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ചെയറിൽ മൊത്തം പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഈ മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ നമുക്ക് തിരക്കുള്ള സമയത്തോ ഉണ്ടല്ലോ, നമ്മൾ തുണി അലക്കിയിട്ട് വാഷിംഗ് മെഷീൻ ഓൾറെഡി ഡ്രൈ ആയിട്ട് എടുക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഫാൻ ഇട്ടിട്ട് ഈ ചെയറിൽ കൊണ്ടിടുവാടാ. അപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ നടുക്ക് വെള്ളപ്പൊടി, അതായത് ഇതിൻ്റെ ക്ലോറിൻ്റെ എഫക്റ്റാണ്. അത്രയും ക്ലോറിൻ വെള്ളമാണ് നമ്മുടെ തലയിലും നമ്മൾ ദേഹത്തൊക്കെ ഒഴിച്ച് കുളിക്കുന്നത് ഗൈസ്. എന്ത് ചെയ്യാനാണല്ലേ. അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു, എല്ലാത്തിലും പൊടികൾ ഉണ്ടായിരുന്നടാ. പിന്നെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കണമല്ലോ. കസേര ആയാലും എല്ലാ ടേബിളായാലും എന്തുണ്ട്, ഡെസ്കോ ബെഞ്ചോ എന്ത് കുന്ത്രാണ്ടി ആണെങ്കിലും എല്ലാം നമ്മളങ്ങ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് എല്ലാം വൃത്തിയായിട്ട് അങ്ങ് ചെയ്യുക. അതാണ് നല്ലത്. അല്ലാതെ പകുതി കിട്ടു കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ കിടക്കത്തേ ഉള്ളൂ. പിന്നെ ആരും മൈൻഡാക്കത്തില്ല. പൊതുവേ എല്ലാവരും അങ്ങനെയാണ്. മടി വളരെ ചുരുക്കം ആൾക്കാർക്ക് മടിയൊന്നും ഇല്ലാതെ. ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരു 10-20% ആൾക്കാർക്ക് മടിയില്ലായിരിക്കും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവർക്കും കുറച്ച് മടി അല്ലെ ഉള്ള കൂട്ടത്തിലാണ്. ഞാനും ആ കൂട്ടത്തിലാണ്. എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് കട്ടിലേ വന്ന് എങ്ങനെയെങ്കിലും ഇരുന്നാൽ തീർന്നു എൻ്റെ കാര്യം. പിന്നെ ഞാൻ ചരിഞ്ഞ് അവിടെ അങ്ങ് കിടക്കും. പിന്നെ ഒന്ന് എഴുന്നേറ്റ്, പക്ഷെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് എണ്ണീറ്റിരിക്കും. എന്നാലും പിന്നെ വേണ്ട, പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, വയ്യ. എടാ അങ്ങനെയാണ്
പറഞ്ഞിട്ടാടാ ഞാൻ. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതെ അങ്ങനെയല്ല, ഇങ്ങനത്തെ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. സത്യം, ഞാൻ എന്തെങ്കിലും കറങ്ങി തിരിഞ്ഞ് ബെഡ്റൂമിൽ വരും, അന്ന് കട്ടിലിൽ ഇരുന്ന് ഫോണിൽ നോക്കും, അന്ന് ഫോണിൽ നോക്കി 2 റീല് കണ്ടിട്ട് പോകുമെന്ന് വിചാരിക്കും, പിന്നെ കിടക്കും, പിന്നെ ഫോൺ മാറ്റി വെച്ച് കിടന്നുറങ്ങും. അപ്പം പിന്നെ ഇതാണ് നമ്മുടെ കണ്ണാടി കേട്ടോ. കണ്ണാടിയൊക്കെ നോക്കടാ, എന്ത് പളപളപളാന്ന് തിളങ്ങുന്നത്. ഇത്രയും തിളക്കം ഈ കണ്ണാടി കൊണ്ടായിരുന്നു എന്ന് ഞാൻ വളരെ നഗ്ന രഹസ്യം ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞാൽ ബെഡ്റൂമിലേയും ക്ലീനാക്കാൻ മറന്നു. ഇത് ക്ലീനാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോടാ അപ്പുറത്തെ ബെഡ്റൂമിലെ മറന്നു പോയല്ലോ, അപ്പുറത്തെ ബെഡ്റൂമല്ല നമ്മുടെ ബെഡ്റൂമിലെ മറന്നു പോയല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ ബെഡൊക്കെ കൊണ്ടിട്ട് ഞാൻ ഫാൻ ഇട്ട കേട്ടോ. എല്ലാം ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഫാൻ ഇട്ടായിരുന്നേ. ഫാൻ ഇട്ടത് കൊണ്ട് പെട്ടെന്നെല്ലാം ഉണങ്ങി, നല്ല സെറ്റപ്പായിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ വെച്ച്, ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ച ബെഡ്ഷീറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോടാ, കോട്ടൻ്റെ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. നമ്മളെപ്പോഴും ഈ മിററൊക്കെ അല്ല കണ്ണാടികളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുള്ളൂ കേട്ടോ. സോപ്പ് പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊടി പോലെ അതിൽ വരും, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പിന്നെ ഉണ്ടല്ലോ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി ഉപയോഗിക്കാതെ പേപ്പർ ഉപയോഗിച്ചാണ് ഇത് വൈപ്പ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ നല്ല അടിപൊളി, നല്ല ചെത്ത് ചുള്ളനെ പോലെ ഇത് നല്ല വെട്ടിത്തിളങ്ങും, നല്ല പളപളാന്ന് തിളങ്ങുമെന്ന് വേണം പറയാനായിട്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് കമൻറ്റിൽ പറയണം ഗൈസ്, പേപ്പർ ഉപയോഗിച്ചിട്ടാണോ തുണി ഉപയോഗിച്ചപ്പോഴാണോ നല്ല അടിപൊളിയായെന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ടേബിളിൻ്റെ ഷീറ്റൂടെ ഞാൻ മാറ്റി കേട്ടോ. ടേബിൾ ഷീറ്റ് അല്ല, ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇത് ചേട്ടൻ ശബരിമലയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നു. അത് നമുക്ക് ചെറിയ സൈസാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ടേബിളിന് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് കൂടെ അങ്ങ് മാറ്റി ഗൈസ്. ഈ ബെഡ്ഷീറ്റ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടോ, നല്ല അടിപൊളി, വലിയ പൈസ ഇല്ല. അതെ, വലിയ ഒത്തിരി പൈസ ഒന്നും ആയില്ല, നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് എല്ലാം ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി ഒന്ന് കുളിയാണ്, ഇനി കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി പരിപാടിയുള്ളൂ ഗൈസ്. അങ്ങനെ ഫൈനലി കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വാച്ചിങ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾ പറഞ്ഞാലല്ലേ നമുക്കതൊക്കെ മാറ്റാൻ പറ്റത്തുള്ളൂ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അത് മറക്കരുത് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ ചേച്ചിക്ക് കിട്ടുവാടാ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എങ്ങനെയാണ്? ഓക്കെ, ടാറ്റാ. എങ്കിൽ പോട്ടെ, എങ്ങോട്ട് പോട്ടെ, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു. നിങ്ങളവർക്ക് ലിപ്സ്റ്റിക് ഇട്ട് ഇവിടെ പോകണം, എനിക്ക് ഷോപ്പിൽ പോകണോടാ. അപ്പം ടാറ്റാ.